ഹലോ എവരി വൺ. ഞാനിന്ന് എൻ്റെ വല്യമ്മാൻ്റെ ആഗ്രഹം മാനിച്ച് വല്യമ്മാൻ്റെ അടുക്കളത്തോട്ടം കാണിച്ചു തരാനാണ് വന്നിട്ടുള്ളത്. വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യം ചില പച്ചക്കറികൾ വല്യമ്മ തന്നെ ഉണ്ടാക്കാറുണ്ട്. തുടക്കത്തിൽ നമ്മൾ വലിയ അറ്റൻഷൻ കൊടുത്തിട്ടില്ലെങ്കിലും പക്ഷേ അതിൻ്റെ റിസൾട്ട് കണ്ടുവരുമ്പോൾ നമ്മളെല്ലാവരും അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ഈ മുളക് തന്നെ നോക്കൂ, എൻ്റെ കൈപ്പത്തീൻ്റെ വലിപ്പമുണ്ട് ഈ മുളകിന്. ഇങ്ങനെ ഒരുപാട് വെറൈറ്റി മുളകുകൾ വല്യമ്മാൻ്റെ തോട്ടത്തിലുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇതൊരു തരം ഇന്ത്യൻ ചില്ലി തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത്രയും വലിപ്പമുള്ളത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താ വെച്ചാൽ വളരെ പരിമിതമായ സ്ഥലത്താണ് എൻ്റെ വല്യമ്മ ഇത് കൃഷി ചെയ്യണത്. ഇത് മറ്റൊരു വെറൈറ്റിയാണ്. ഇത് നമ്മൾ കറിയിലിടാനും അതുപോലെ തന്നെ ഉപ്പിലിടാനും അച്ചാറിടുമ്പോൾ കൂട്ടാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കും. ഇത് വേറൊരു വെറൈറ്റി വയലറ്റ് കളർ മുളക്. ഇതിന് അപാര എരിവാണ്. അതുകൊണ്ട് തന്നെ ഇത് കറിയിലിടാനോ ഉപ്പിലിടാനോ ഒന്നിനും തന്നെ ഉപയോഗിക്കലില്ല, വെറുതെ ഒരു ഭംഗിക്ക്. ഇത് പിന്നെ നമ്മുടെ സ്വന്തം ഇന്ത്യൻ ഒറിഗാനോ, പനിക്കൂർക്ക. ഇതൊക്കെ വല്യമ്മ ഇവിടെ നിന്നെടുത്ത് ഒഴിവാക്കിയതായിരുന്നു. പിന്നെ എന്താണെന്നറിയില്ല, വീണ്ടും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് പിന്നെ ബത്തക്ക. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എൻ്റെ വല്യമ്മ ഉണ്ടാക്കിയിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുട്ടി ചുവന്ന ചീര തൈകൾ. ഇത് പിന്നെ വഴുതനങ്ങ വിത്തിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ബാക്കിയുള്ള വഴുതനയൊക്കെ വല്യമ്മ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത്. ഇത് പിന്നെ നല്ല നീളൻ പയർ. ഇതിലും വലിപ്പം വെക്കുമെന്നാണ് വല്യമ്മ പറഞ്ഞിട്ടുള്ളത്. ഇത് അതുപോലെ വലിപ്പം എത്തിയിട്ടുള്ള ഒരു പയറാണ്. അതിൻ്റെ ഇടയിൽ ഇത് മതിലിൽ ഒരു മത്തങ്ങ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ല നീളൻ പപ്പായ. ഇത് പഴുത്ത് വന്ന നല്ലൊരു സ്വീറ്റായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് പിന്നെ വഴുതനങ്ങയുടെ തൈ, നേരത്തെ കണ്ട അതേ വഴുതനങ്ങ തന്നെയാണ്. ഇത് പിന്നെ കാബേജിൻ്റെ കുട്ടി തൈകളാണ്. ഇതൊക്കെ എന്നാണാവോ ഒന്ന് വലുതായി കാണാം. ഇത് പിന്നെ നമ്മുടെ വലിയ ദി ബിഗ് ഹ്യൂജ് റോബസ്റ്റ്. അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.